ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈബ് സോൺ. ജിമ്മിൽ വന്നിട്ടുള്ളത് ഒരു മനുഷ്യനില്ലാണ്ടാ, ആകെ വർക്കേഴ്സ് മാത്രമേ ഉള്ളൂ. കാരണം ഫ്രൈഡേ സാറ്റർഡേ അധികം ആരും ജിമ്മിൽ വരില്ല, സൺഡേ പിന്നെ തീരെ വരില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ളത്. വർക്കൗട്ട് ചെയ്യാം അല്ലേ? ഇന്ന് ലെഗ് വർക്കൗട്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിട്ട് ബാക്ക് ആൻഡ് ബൈസ് ചെയ്തേ. കഴിഞ്ഞ പ്രാവശ്യം നീ വന്ന് ബാക്ക് ആൻഡ് ബൈസ് ചെയ്തെന്ന് പറഞ്ഞ് നീ എന്നെയും കൊണ്ട് എന്നാ നടന്നാലോ നമുക്ക്? ലെഗ് ചെയ്യാം. എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയൊരു ദിവസമാണ്, പുതിയൊരു മൂഡാണ്, പുതിയൊരു വൈബാണ്. അപ്പോൾ വിഷമിച്ചിരിക്കാതെ എന്ത് ചെയ്യണം? വ്ളോഗ് കാണണം. മനസ്സിലായ? എങ്ങനെയുണ്ട് മഴയൊക്കെ നാട്ടില്? ഹെവി മഴയാന്നാ കേട്ടെ. നല്ല ഫ്ലഡിങ് ഒക്കെ ആയിട്ടുണ്ട് പല സ്ഥലത്തും. സേഫ് ആയിട്ടിരിക്കുക. എന്താ പറയുക, ഫ്ലഡിങ് ഒക്കെ കൂടുമ്പം മണ്ടത്തരത്തിനൊന്നും പോകരുത്. ഇപ്പൊ സമയം 4:50 ട്ടാ. പിന്നെ ഒരു അരമണിക്കൂർ മാത്രമേ വർക്കൗട്ട് ചെയ്തുള്ളൂ. കാരണം വളരെ സിമ്പിളായി, വളരെ ലൈറ്റ് ആയിട്ടാണ് വർക്കൗട്ട് ചെയ്തത്. പിന്നെ നമ്മൾ ചെന്നാൽ പിന്നെ വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വാഫിൾ ഹൗസിൽ വന്നിട്ടാണ്. വാഫിൾ ഹൗസ് കഴിക്കാം അല്ല വെച്ചാൽ. ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതായത് ചിക്കനും ഉണ്ടാവും, ഹാഷ് ബ്രൗൺസ് ഉണ്ടാവും, പൊട്ടറ്റോ ആണ്, അതിൻ്റെ കൂടെ ചീസും ഉണ്ടാവും, പിന്നെ ഒനിയൻസ് ഉണ്ടാവും. മച്ചാൻ ഇത് ഓർഡർ ചെയ്ത് സെയിം സാധനം തന്നെ, പക്ഷെ അതിലെന്താ ഉള്ളത്? ബീഫ്, ഇത് ചിക്കൻ. ഫ്രഷ്. പിന്നെ ഗൈസ്, എന്നോട് 2-3 ആൾക്കാർ ബ്ലോഗിൽ പേര് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് നാഫി ബ്രോ, ഹാപ്പി ബർത്ത്ഡേ, ഉഷാറായിട്ടിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കും, വൈബായിട്ടിരിക്കും കേട്ടാ നാഫി ബ്രോ. പിന്നെ അടുത്തത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സാദ് ബ്രോ. സാദ്, ഞാൻ പറയുന്നത് തെറ്റാണെന്ന് അറിയില്ല, സാദ്. പിന്നെ നെയ്തൻ CB, നെയ്തൻ തന്നെയാണെന്ന് തോന്നുന്നു, NATHEB, പക്ഷേ NATHEN നെയ്തൻ തന്നെയല്ലേ? തെറ്റാണെങ്കിൽ സോറി, തെറി പറഞ്ഞോ, പക്ഷെ അത് കമൻ്റ് ആയിട്ട് ഇടരുത് കേട്ടാ. എല്ലാവരും കാണൂലേ, നാണക്കേടല്ലേ. നീ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചോ. നമുക്കിനി ഫുഡ് കഴിക്കാം. കാവുങ്ങട്ടെ അമ്പലത്തിൽ പാട്ടല്ലേടിയേ കേൾക്കണത്, നേരം വെളുത്തടി പെണ്ണ് കട്ടൻ തിളപ്പിക്ക് പുന്നാരെ. ഗ്യാസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച നമ്മൾ 1 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുമ്പോൾ ഒരു 2 വട്ടം ഗ്യാസ് അടിക്കണം. ഗ്യാസ് പ്രൈസാണിത് 2.9. നമ്മളിപ്പോൾ ഒരു ഫുൾ ടാങ്ക് ഗ്യാസ് അടിക്കുമ്പോൾ ഏകദേശം ഒരു $40 വരും. $40 പറയുമ്പം 3500 ആ റേഞ്ച് ആയിരിക്കും. കൃത്യം കണക്കറിയില്ല, അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയോ. ഏകദേശം റേറ്റ് വേണ്ട. ഓ എജാതി എൻ്റെ മോനെ. ജോലിക്ക് പോവാണ്. ഇന്ന് പ്രസിഡന്റ് കാരണം പ്രസിഡന്റ് വേറെ സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് നേരെ ജോലിക്ക് വരും കേട്ടാ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഫുൾ ഡേ ജോലി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മേ ബി ഉച്ചവരെ ഉണ്ടാവും. കാരണം നമ്മുടെ മാനേജർ ചിലപ്പോൾ ശനിയാഴ്ച വരും. കാരണം പുള്ളിക്ക് മടിയാണ്. പുള്ളി ശനിയാഴ്ച എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ വീട്ടിലിരിക്കും. അതുകൊണ്ട് ഇന്ന് മാനേജർ ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ വീട്ടിലേക്ക് പോകും. അപ്പോൾ കുറച്ചും കൂടി സമയം വീട്ടിൽ കിട്ടും. പിന്നെ വൈകുന്നേരം ഞാൻ റോബിയായിട്ട് ഇന്നലെ പ്ലാൻ ചെയ്താണ്. ഇന്നത്തേക്ക് നടക്കുമെന്ന് അറിയില്ല. ഫിലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ചായയും അതുപോലെ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ഫ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ അവിടെ ജസ്റ്റ് പോയിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ജസ്റ്റ് അവിടെ പോയിട്ട് ചില്ല് ചെയ്യാറുണ്ട്. രാത്രി ഹ്യൂസ്റ്റണിലാണ്. അപ്പോൾ ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം അവിടെ പോകും. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തത് എന്താ വെച്ചാൽ, ആഴ്ചയിൽ എന്തായാലും ഡെയിലി വ്ലോഗ്സ് ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ശനിയാഴ്ച ഒരു ദിവസം ലീവ് കിട്ടുമ്പോൾ കണ്ടന്റ് വീട്, അതായത് ചിലപ്പം അത് ഫുഡ് ചലഞ്ച് ആയിരിക്കും. അങ്ങനത്തെ ഒരു ഹെവി ചലഞ്ച് സാധനമില്ലേ, അത് കുറേ നാളെ നമ്മളെ ചാനലിൽ മിസ്സായിട്ട് അത് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പം നാളെ എന്തെങ്കിലും ഒരു ചലഞ്ച് ഞാനും ശ്രീയരും അമ്മയും കൂടി ചെയ്യും. ഒരു 1 കളർ ഫുഡ് ചലഞ്ചോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതാകുമ്പോൾ നിങ്ങളും ഹാപ്പി ആവും. ഒരു കണ്ടന്റ് വൈസുള്ള സാധനം കണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഹാപ്പി ആവും, ചെയ്യുന്നത് നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡെയിലി വ്ളോഗ് കണ്ടിട്ട് മടുപ്പ് വരില്ല. അത് കുറേ ആൾക്കാർ കമന്റ് കൂടി ഇട്ടിട്ടുണ്ട്. അതും കൂടി മാനിച്ചുകൊണ്ട് നമ്മളത് ചെയ്യുന്നതായിരിക്കും. വൈബേ അല്ല, പിന്നെ നമുക്കുണ്ടാ പേടി. പിന്നെ നിങ്ങളെ സംഭവങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? നിങ്ങളെ ലൈഫ് എങ്ങനെ പോകുന്നുണ്ട്? സുഖമല്ലേ? ഹാപ്പി അല്ലേ? നിങ്ങൾ ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുമല്ലോ. വൈബ് സോണിന്റെ ചാനലിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ. അത് വേറൊരു സംഭവമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഡിപ്രഷൻ എന്ന് പറഞ്ഞ സാധനമില്ല, നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാക്കുന്ന സാധനമില്ല. ഇവിടെ ഗ്രോത്ത് മാത്രമേ ഉള്ളൂ. പേഴ്സണൽ ഗ്രോത്ത്, ഫൈനാൻസ് ഗ്രോത്ത്, ബിസിനസ് ഗ്രോത്ത്, എല്ലാത്തിലും ഗ്രോത്ത് മാത്രമേ ഉള്ളൂ. അല്ല പിന്നെ ഇത് വേറിട്ടൊരു ചാനലാണ്, സാധാരണ ചാനൽ പോലെയല്ല. എന്താണിത്? ഗേറ്റ് ഒക്കെ ക്ലോസ് ചെയ്തെന്ന് കേട്ടു. ബ്രോ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ ജോലി കഴിഞ്ഞെന്ന് തോന്നുന്നു, നമുക്ക് വീട്ടിൽ പോവാം. അയ്യോ, ഇത് കോമഡി ആയിട്ടാ. സാധാരണ ശനിയാഴ്ച ഒക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്യാത്താണല്ലോ. ഇതെന്ത് വേണ്ടായിരുന്നു? നമ്മളെ പിന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാന്ന് തോന്നട്ടാ. കാരണം അവരുടെ വർക്കേഴ്സ് മൊത്തം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടാ. കള്ളന്മാർ. ഇത് പോയാൽ വേറെ ജോലി നമുക്കുണ്ടാ പേടി. പ്രസാദിനോട് ചോക്കട്ടെ. കണ്ട എല്ലാരും ഇവിടെ പാർക്ക് ചെയ്തണ്ട. ചിലപ്പോ അപ്പുറം വല്ല പണി നടക്കുന്നുണ്ടായിരിക്കും.
എൻ്റെ വിദ്യാഭ്യാസ കുറവുകൊണ്ട് ഞാൻ പുറത്താക്കി. എന്താ ഇത്? എവിടെ ജലദോഷം പിടിച്ചാ? ഇവിടെ വന്നപ്പോ ഗേറ്റ് ക്ലോസ്ഡ്. ആ അതാ ഞാൻ പറഞ്ഞേ. ഞാൻ എന്റെ പിന്നെ ഇപ്പുറം എല്ലാരും മറ്റേ ക്രിസ്റ്റലിലും പാർക്ക് ചെയ്യുന്ന സ്ഥലമില്ലേ, ആ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ. ആ ഗേറ്റ് പിന്നെ എപ്പോഴും ഓപ്പൺ ആയതുകൊണ്ട് കുഴപ്പമില്ല. Later that same evening. ഞാൻ പറഞ്ഞേ ഇന്നധികം ജോലി ഉണ്ടാവില്ലാന്ന്. 9:50 തിരിച്ച് വീട്ടിൽ പോവാണ്. അതുപോലെ വേറൊരാള് എന്നോട് വ്ളോഗിൽ പേര് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, നിജ്വാൽ കൃഷ്ണ. ബ്രോ ഹായ്, നമസ്കാരം, താങ്ക് യു സോ മച്ച്. ഇത് ഞാൻ കാണുന്ന കേട്ടോ പറയുന്നത്. കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് ഞാൻ കാണാണ്ട് പോകുന്നുണ്ട്. ഐ എം സോറി. ഞാൻ കാണുന്ന കുറച്ച് ആൾക്കാർ പേരൊക്കെ പറയാൻ ശ്രമിക്കാം കേട്ടാ. എനിക്ക് വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടാ. ശ്രീയുടെ ഔട്ട്ഫിറ്റ് കാണിച്ചു കൊടുത്ത ശ്രീ. ബ്രൗൺ ഷർട്ട് എങ്ങനെ സ്റ്റൈൽ ചെയ്യാം? വൈറ്റ് പാൻസ്, ബ്രൗൺ ഷർട്ട്, വൈറ്റ് ഷർട്ട്. നിങ്ങളുടെ ഗ്യാരണ്ടി ആണോ? എന്റെയും കൂടി എഡിറ്റ് ചെയ്ത് ഇട്ടോട്ടാ. അയ്യേ, ഇവന്റെ മാത്രം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ എടുത്ത് ഗൈസ്. അയ്യ, അങ്ങനെ എന്റെ ഭാഗാവൂല. അവര് കോമഡി സാധനം കയറി ഓക്കെ. അത് ശരി. ഞാൻ ലൈവ് പോകാൻ വേണ്ടി പോവാണ്. ഞാൻ ഈ ഡ്രസ്സ് ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ റീൽസിനും കൂടിയുള്ള സാധനം എടുക്കും. ഏത് വൈബല്ലേ? വീക്കെൻഡ്സിൽ എന്റെ ഭാഗത്തുള്ള വ്ളോഗ് ഉണ്ടാവില്ല, എണ്ണുണ്ടല്ലോ. അതെ. പിന്നെ നാളെ നമ്മള് 1 കളർ ഫുഡ് ചലഞ്ച് ആണ് ചെയ്യുന്നത് അല്ലെ ശ്രീ? വിത്ത് മാം. ഗൈസ് ഇതെല്ലാം എടുത്തതാ. ഓക്കെ ഗൈസ്, ഇനി ലൈവ് പോവാം നമുക്ക്. ഓക്കെ, ഇവിടെ ക്യാമറ സെറ്റ് ആക്കണം, ലൈറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം എത്ര നേരത്തെ വ്ളോഗാന്ന്. മൊത്തത്തിലുള്ള വ്ളോഗാ, ഇന്നലത്തെ വ്ളോഗാ ഗൈസ്. ഇത് ചെറിയൊരു പ്രശ്നം. ഞാൻ ടൈം ലാപ്സ് എടുക്കാന്ന് വിചാരിച്ചാണ്. ഇത് ലൈവ് പോകുന്ന എടുത്തില്ല, മറന്നുപോയി. പിന്നെ അതുപോലെ തന്നെ ക്യാമറയിൽ കുറച്ച് റെക്കോർഡ് ചെയ്തിട്ട് കുറെ ഭാഗങ്ങൾ റെക്കോർഡ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഇറ്റ്സ് ഓക്കെ. ഒരാഴ്ചത്തേക്ക് ഇടാൻ റീൽ കിട്ടിയില്ല. ബോക്സ് ഒന്നുമില്ല, വെറുതെ ലൈറ്റ് ആയിട്ട് അടിക്കാൻ വിചാരിച്ചാ. ലൈറ്റ് ആയിട്ട് അല്ല ദീപ അടിച്ചത് ബ്രോ. ഓക്കെ, ദീപ ഇത് കൊട്ടുകൊണ്ടിരിക്കാൻ പാടില്ല. അടിക്കുമ്പോ പിന്നെ പവർ അടിക്കും. അടിക്കുന്നില്ല. നമ്മളെ വൈബ് സോണിന് വേണ്ടിട്ട് റീൽ എടുക്കണം. അതിനാണ് ഞാൻ ഈ ഔട്ട്ഫിറ്റ് ഇട്ടത്. നിങ്ങൾ രണ്ടാളെ എഡിറ്റ് ചെയ്തിട്ട് എന്റെ എഴുത്തൊന്നും ചെയ്യണ്ട കേട്ടാ. അല്ല, ഒരുമിച്ചുള്ളത് ഞാൻ അങ്ങനൊക്കെ പറയുന്നില്ല. പൊട്ടന്മാരെ പോലെ ഇട്ടാ. നമുക്ക് പുറത്ത് പോയിട്ട് റീൽ എടുക്കാം. എടുത്താക്കി ഇടും പിള്ളേർ. പിള്ളേർ അടിപൊളിയല്ലേ? അടിപൊളി. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പൊളിയാട്ടാ അല്ലേ? എന്താ നിന്റെ ഐഡിയ റീൽ എടുക്കാൻ? എന്തെങ്കിലും ചെയ്താൽ മതി. നമുക്ക് നോക്കാം. ഓക്കെ, റീൽ ടൈം. 7 കൊല്ലായി നമ്മളെ കൂടെ ഡോഡ്ജി വന്നിട്ട്. ഞാൻ ബേൺ ഔട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. നിനക്കറിയാം നീ ചെയ്യേണ്ടത്. ടയർ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നീ ഫിക്സ് ആക്കിയോണം. നമുക്ക് ഇപ്പൊ പോയി ബേൺ ഔട്ട് ചെയ്യാം. വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഞാൻ ഇതുവരെ ബേൺ ഔട്ട് ചെയ്തില്ല. ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്യാനറിയാം. നമുക്കറിയാട്ടാ. എക്സ്പ്ലെയിൻ ചെയ്യും. ആദ്യം ഗിയർ ന്യൂട്രലിൽ ഇടുക, എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് വലിക്കുക. വെറുതെ അറിയാവാ. ഒരു കാര്യം ചെയ്യ്, ആ വണ്ടീന്റെ ബാക്കിൽ നിന്ന് അങ്ങനെ നടന്ന് ഇങ്ങോട്ട് വാ. നമുക്ക് റിയാക്ഷൻ നോക്കാം അല്ലേ? ഞാൻ കുറച്ചും കൂടി വേണം. ഞാൻ കുറച്ചുകൂടി ഇത് ഒറ്റ റീലാണ് മതി. അത്രയും ക്ലിപ്പ് മതിയോ? പക്ഷെ കുറച്ച് ഇഷ്ടം പോലെ എണ്ണാന്ന്. ഓക്കെ, റീൽ ഡൺ. സിമ്പിൾ ആണ്. ഒരു 3-4 ക്ലിപ്പ് എടുക്കുക, അതൊന്ന് എഡിറ്റ് ചെയ്തിടുക. സിമ്പിൾ. അപ്പൊ ഇത് എന്തിനാ ഞാൻ ഇത് ഇടുന്നതെന്ന് വെച്ചാൽ ഒരു ഫിറ്റിംഗ് ഒക്കെ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ റീൽ എടുക്കുന്നത്. അപ്പൊ ഇനി എന്താ ഇതിന്റെ പരിപാടി? ചോപ്പ് ഉണ്ടല്ലേ? ചോപ്പ് കളർ ഉണ്ട്, ബർഗണ്ടി കളർ. ബേഡാ നീ ആക്ച്വലി ആ കളർ അടിച്ചാ? ഇത് കളർ ബ്ലാക്ക് അടിച്ചല്ലേ? ബ്ലാക്ക് ഡൈ മെല്ലെ ഇങ്ങനെ ഇതാകുമ്പോ ചെറുതായിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് വലിയ ബോർഡല്ലേ, രസമല്ലേ? പിന്നെ ഞാൻ എന്താ പറയാ, ഇനി എന്താ ശ്രീ പരിപാടി? എഡിറ്റിംഗ് അല്ലേ നീ? ഇനി ഒരു ഓനെ എഡിറ്റ് ചെയ്യാൻ കുറേ ഉണ്ട്. ഇപ്പൊ റീലായി, പിന്നെ ബ്രോഡ്കാസ്റ്റ് പോയി, ഒരാഴ്ചത്തേക്കുള്ള എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ റീലായി, വ്ളോഗായി, പിന്നെ ഇവന്റെ എഡിറ്റിംഗ് ഇനി ബാക്കിയുണ്ട്. ബുക്ക് വായിച്ചു, ജോലി കഴിഞ്ഞു. ഒന്ന് പറയണ്ട, പ്രൊഡക്റ്റീവ് ഡേ. ഒരു ശനിയാഴ്ച ആയിട്ട് നമ്മൾ പ്രൊഡക്റ്റീവ് ആട്ടാ അല്ലേ? ഞാൻ എൻ്റെ അനിയനും കൂടി ഇത് ബിൽഡ് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ ദുബായിലെല്ലാം പോയിട്ട് ജീവിക്കൂടാ. ഇതെല്ലാം ക്ലിപ്പ് ചെയ്ത് വെച്ചോ നിങ്ങൾ. ഒരു ദിവസം നിങ്ങൾ ഈ ദുബായിൽ നമ്മൾ ഈ സെയിം വ്ളോഗ് കാണും. അതെ, സ്നിക്കേഴ്സിന്റെ ഐസ്ക്രീമാണ്. കാണിച്ചു അൺബോക്സ് ചെയ്യാം. എന്നാ You got me.
ശരി എന്നാ ആടതാ എടി പിന്നെ കാണാം. വീഡിയോ ഫുൾ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി. ഞാനിപ്പോൾ ഒരു ആലോചിച്ചെന്താ വെച്ചാൽ ഏട്ടൻ്റെ മേത്ത് വെള്ളം വെച്ചാൽ ഏട്ടൻ ഉറങ്ങാണ് വേണ്ട അല്ലേ? ഞാൻ വെറുതെ വന്നേ. ഓക്കെ പോയിട്ട് ഗൈസ് ഇവിടെയാണ് പുതിയ മാള് വരുന്നത് കേട്ടാ. നിങ്ങൾ പണ്ട് നമ്മളെ വ്ളോഗൊക്കെ കണ്ടവരാണെങ്കിൽ ഇവിടെ ഒരു മാൾ ഉണ്ടായിരുന്നു. അത് മൊത്തം അവർ പൊളിച്ച് ഇപ്പോൾ ഗ്രൗണ്ടൊക്കെ ക്ലിയർ ആക്കി കണ്ട ഫുള്ള് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. നൈസ്. അപ്പൊ ബേട്ടോണിൽ പുതിയൊരു മാള് വരാൻ പോവാണ്. മാളൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ മാളിൽ പോവാം. നല്ല കിടറ. ഇപ്പൊ 2 മാളാണ് ഉള്ളത് ബേട്ടോണില്ല ഹ്യൂസ്റ്റൺ ഏരിയയിൽ. ഒന്ന് ബേബ്രൂക്ക്, 3 ഉണ്ടോ? അതേത്? KT മിൽസ്. KT അങ്ങത്തണ്ടാ 1 മണിക്കൂർ ഓടിച്ചോണ്ടേ. മാത്രം പോണ്ട. അയ്യോ ഗാലറി ഒരു 1/2 മണിക്കൂർ പോയാൽ പോരെ. 3 മാള് കൂട്ടാം. 3 മാളാണ് വലിയ ഹെവി മാളുകൾ ഉള്ളത്. പിന്നെ ഈ ഔട്ട്ലെറ്റുകളുണ്ട്. പിന്നെ നമ്മളിപ്പം ട്യൂബ് ലൈറ്റ് വാങ്ങാൻ വേണ്ടി പോവാണ്. ട്യൂബ് ലൈറ്റ് ഉള്ളത് അടിച്ചു പോയി. അമ്മ ഇപ്പൊ ഒരു 3-4 ദിവസമായി പറഞ്ഞുകൊടുക്കുന്നത് ട്യൂബ് ലൈറ്റ് വാങ്ങണം, ലൈറ്റ് ഇല്ല. അതുകൊണ്ട് അത് വാങ്ങാൻ വേണ്ടി പോവാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ആക്ച്വലി മറ്റേ ബാറ്ററി വാങ്ങണോ അല്ല ഈ സ്മോക്ക് ഡിറ്റക്ടർ അയച്ചു കളയണോ? അയച്ചു കളയലുണ്ട്. സംഭവം എന്താന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ ആരും വലിക്കൂലല്ലോ. ഇല്ല. പക്ഷെ ഞാൻ ഇടയ്ക്ക് കത്തിയാല് ഞാൻ ഇടയ്ക്ക് വലിക്കലുണ്ട്. കഞ്ചാവായിരിക്കും അല്ലേ? കഞ്ചാവ് അത് കിട്ടാൻ കുറച്ച് പാടാം. കഞ്ചാവാ? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ബാക്കില് കഞ്ചാവ് അങ്ങ് വളർത്താം. നമുക്ക് വ്ളോഗിൽ ട്രൈ ചെയ്യാം. എല്ലാം എന്നിട്ട് നമ്മളന്നേരം കൂളാവും. കഞ്ചാവ് വളർത്താം. സ്മോക്കിങ്ങിനോ ഫോട്ടോയിലിട്ടിട്ട് എന്നിട്ട് നമ്മള് കൂളാവും. എല്ലാരും ഭയങ്കരമായിട്ട് മാസാന്നൊക്കെ പറയും. അടിപൊളിയല്ലേ? നമുക്ക് ചെയ്യാട്ടാ. പിന്നെ മറ്റേ MDMA, സിന്തറ്റിക് ഡ്രഗ്സ്, അങ്ങനത്തെ കുറെ കെമിക്കൽ ഡ്രഗ്സുകളുണ്ട്. കെമിക്കലാണല്ലോ അത്. ഒന്നും ആവൂല. അതാവും. കൂട്ടിയിട്ട് കത്തിച്ചാ മതി. വെളിച്ചങ്ങ് ഇരിക്ക. കുറെ ടീം ഇറങ്ങിയിട്ടുണ്ട്. സിന്തറ്റിക് ഡ്രഗ്സ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നാണല്ലേ? ബ്രോ നമുക്കത് വേണോ? പിന്നെ ഗൈസ് ഞാൻ എന്താ പറയാൻ വേണ്ടി ഗൈസ് ഇതേണ്ട അവന്റെ പാർക്കിങ് വളരെ മോശം കേട്ടാ. പറയാൻ വന്നതെന്നാ അറിയാ, ഈ സ്മോക്ക് ഡിറ്റക്ടർ ഇങ്ങനെ അടിച്ചടിച്ചിട്ട് നമുക്ക് ആ ഒരു സൗണ്ട് കേൾക്കുന്നില്ല. ഇപ്പം നമ്മുടെ വീഡിയോസിലൂടെ ആൾക്കാർ കേട്ടിട്ട് അവര് നമ്മളോട് പറയുന്നു. അവർക്ക് ഇങ്ങനെ അത് കേൾക്കുമ്പോൾ എന്തോ പോലെ. എനിക്കത് കേൾക്കുന്നേ ഇല്ല സാധനം. പി അടിക്കുന്ന കുറെ വർഷമായി അത്. അങ്ങനെ ട്യൂബ് ലൈറ്റുകൾ എടാ ഇതിപ്പോ പല സൈസ് ഉണ്ടല്ലോ അല്ലേ? ഇനിയിപ്പോ ഇത് വാങ്ങിപ്പോയി അത് റോങ് ആണെങ്കിൽ വീണ്ടും തിരിച്ചു വന്ന് ഏതാണ് സൈസ് അറിയില്ല. കണ്ടാ മനസ്സിലാവുന്ന. ഓക്കെ അത് ഇതെടുക്കാം. ഇതായിരിക്കും തോന്നുന്നു. ഇത് ഭയങ്കര വലുതാടാ. ഇത്രയില്ല. പുറത്തേക്കുള്ളൊരു ബൾബും പിന്നെ ആ ട്യൂബും വാങ്ങിയിട്ടുണ്ട്. വർക്കാവുമെന്ന് എനിക്കറിയില്ല. വർക്കാവുമെന്നല്ല, വർക്കാവും. പക്ഷെ കറക്റ്റ് ഫിറ്റ് ആണോന്ന് അറിയില്ല. പിന്നെ എന്റെ സ്കിന്നിന്റെ സാധനം വാങ്ങണം. സ്കിൻ കെയർ. സ്റ്റോർ നമ്പർ 2 ടാർഗറ്റ്. എന്താണ്? സ്പ്രൈറ്റെല്ലാം കുടിച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ വെറുതെ ടിവിയും കണ്ടിരിക്കണം. എടാ തോൽവി ജീവിതാടാ അതിന്റെ. ഫെയിലിയർ അത് പക്ക അട്ടർ ഫെയിലിയർ. ഇതൊന്നും സാധനം ശരിക്കും ആക്നി ഈ കുരു തന്നെ പറയുന്നത്. പിന്നെ എനിക്ക് വേണ്ടത് മോയ്സ്ചറൈസർ ആണ്. ക്യാൻസർ. അത് നല്ലൊരു മോയ്സ്ചറൈസർ. കോംപ്ലിക്കേഷൻ. ഞാൻ പച്ചവെള്ളം മോയ്സ്ചറൈസർ കഴിഞ്ഞു. ഡൺ. ഷോപ്പിംഗ് ഡൺ. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാം. നിങ്ങൾക്ക് എവിടെയും പോകണ്ടേ രാത്രി? റോബിയേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി 10 മണിയാവും ഇറങ്ങാൻ ജോലിയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് ഫില്ലിയിൽ പോക്കുണ്ടാവില്ല. ഫില്ലി ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞേ ചായ കുടിക്കാനുള്ള ഒരു സ്പോട്ട്. അവിടെ പോക്കുണ്ടാവില്ല. കാരണം ആരും ഫ്രീ അല്ല. പ്രിസാട്ടൻ ഫ്രീ അല്ല, ബേസിലാട്ടൻ ഫ്രീ അല്ല, റോബിയേട്ടൻ ഫ്രീ അല്ല. 10 മണിയെല്ലാം കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ സുഖമില്ല. എത്ര മണി വരെ ഉണ്ട്? 12 മണി വരെ അങ്ങോട്ടുണ്ടോ? 11 മണിയാ വൈകുന്നേരം അങ്ങോട്ടുണ്ട്. സുപ്ര MK4. ഓ യാ ബ്രോ. സുപ്ര നമ്മളെ അത് നല്ല ക്ലീൻ ആയിട്ട് വെച്ചിട്ടില്ല. അതിന് ഫോളോ ചെയ്തിട്ട് അതിലേക്ക് കൂടെ വീട്ടിലേക്ക് കയറാം. അതിനാ ഫോളോ എല്ലാം ചെയ്യുന്നത്. അവർ വെടി വെക്കുവേ. ഇല്ല, എനിക്ക് അതിന് ഒച്ച വെക്കണം. കളർ അടിപൊളിയല്ലേ? ഒരു വെറൈറ്റി കളറാണല്ലത്. ബ്ലാക്കും അല്ല, ഒരു ഗ്രീനും അല്ല, ഒരു റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ അജുവേട്ടൻ വണ്ടി വാങ്ങിയ പിന്നെ ഞാൻ ആ വണ്ടിനെ കുറിച്ച് അറിയുന്നത്. എനിക്ക് ഞാൻ വണ്ടി പ്രാന്തനല്ല, ഞാൻ എപ്പം പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എനിക്ക് ഈ വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ഒന്നും അറിയില്ല. ഞാൻ വേറെ മൈൻഡിൽ പോകുന്നൊരു ആളാണ്. ചവിട്ടൂലേ? പീസാണേ. നൈസ് മനുഷ്യൻ. തിരുമ്പേ വീട്ടിലെത്തി.
അത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ലെങ്ത്ത് കുറഞ്ഞിട്ടാണെങ്കിൽ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി തരും. അധികം ലെങ്ത്ത് വെച്ച് നിങ്ങളെ ഡെയിലി ബോറടിപ്പിക്കുന്നില്ല. ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിരിക്കും, എന്നാൽ അതിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് നോക്കാം. പിന്നെ വേറെ എന്നൊക്കെ പറയാനില്ല, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുക. ഈദാണ് വരുന്നത്. ഈദിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഷോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളെ ബ്രാൻഡ് ഒന്ന് കൺസിഡർ ചെയ്യുക. നിങ്ങൾ ഒരുപാട് ബ്രാൻഡിനെ കണ്ണടച്ച് വിശ്വസിക്കുന്നല്ലേ, അതിൻ്റെ പുറകിൽ ആരാ ഇല്ലെന്ന് അറിയാണ്ട് വരെ നിങ്ങൾ ഓരോ ബ്രാൻഡിനെ കണ്ണടച്ച് വിശ്വസിക്കുന്നില്ലേ. നമ്മളൊരു ബ്രാൻഡിനെ ഒരു വട്ടം വിശ്വസിച്ച് നോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് ബാഡ് എക്സ്പീരിയൻസ് ആണ് പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യണ്ട. ദാറ്റ്സ് ഓൺ മീ. ഓക്കെ, വേറെ എന്നൊക്കെ പറയാനില്ല. ഉഷാറായിട്ടിരിക്കുക, വൈബായിട്ടിരിക്കുക, പവറായിട്ടിരിക്കുക, നല്ല നല്ല മൈൻഡ് സെറ്റിൽ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. റോങ് ആയിട്ടുള്ള റൂട്ടിൽ നമുക്ക് പോകണ്ട, നമുക്കത് വേണ്ട. കാര്യം പറയാൻ വിട്ടൂല്ലേ? പിന്നെ മറ്റേ വേറെ സാധനമുണ്ട്, നമുക്കുണ്ടാ പേടി ഓക്കെ. വേറെ ഒന്നും പറയാനില്ല, നാളെ കാണാം. പീസ്.